മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാനത് നിയ്യതുൽ ആഖിറ, പരലോകമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ ജോലി, നാം ചെയ്യുന്ന പ്രൊഫഷൻ എന്തോ ആകട്ടെ, ഹലാലായ ഒരു ജോലി, അല്ലാഹുവേ ഞാനിത് സമ്പാദിക്കാനുള്ള എൻ്റെ ജീവിത മാർഗമാണ്, അതോടൊപ്പം ഞാനിത് ജനങ്ങൾക്ക് ചെയ്യുന്നൊരു സേവനവുമാണ്, അല്ലാഹുവേ ഞാനിതിൽ നിന്റെ പരലോകമാണ് റബ്ബേ കാക്ഷിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, പഠനങ്ങളിൽ, പഠിപ്പിക്കുന്നതിൽ എല്ലാം നമ്മൾ അല്ലാഹുവിനെ ലക്ഷീകരിക്കുകയാണെങ്കിൽ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി, ഹൃദയത്തിനുള്ളിൽ അല്ലാഹു നിങ്ങൾക്ക് കാശ് തരും, ഹൃദയത്തിനുള്ളിൽ അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് തരും, അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഐശ്വര്യം തരും. വജഅല ലഹു ശംലഹു, നമ്മുടെ ചിന്നിച്ചിതറിയ വിഷയങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടിത്തരും. വേണ്ടെന്ന് വെച്ചാൽ പോലും പൈസ നിങ്ങളുടെ കൈകളിലേക്ക് വരും. ആ ഹദീസിന്റെ അർത്ഥം അതാണ്. നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം പരലോകമാണെങ്കിൽ നിങ്ങൾ അധ്വാനിക്കണം, ഈ ലോകത്തെ ജീവിതത്തിന് അധ്വാനിക്കണം, പക്ഷേ ലക്ഷ്യം പരലോകമാവണം. പൈസയുണ്ടാക്കൽ ലക്ഷ്യമാവരുത്. പൈസ വേണം നമ്മുടെ കൈകളിൽ, നമ്മുടെ ഖൽബിലേക്ക് വരാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ജഅലി ദുനിയ ഫീ ഐദീനാ, പടച്ചവനെ സമ്പത്ത് കൈകളിൽ തരണം റബ്ബേ, വലാ തജഅൽഹാ ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നൽകരുതേ എന്ന് മഹാന്മാർ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. സ്നേഹം പൈസയോടാവരുത്, സ്നേഹം നമ്മുടെ ബിസിനസ്സിനോടാവരുത്, സ്നേഹം അല്ലാഹുവിനോട്, അവന്റെ റസൂലിനോട്, അവന്റെ ദീനിനോട്, പരിശുദ്ധ ഹബീബിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ലക്ഷ്യം പരലോകമാണെങ്കിൽ അല്ലാഹു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരികയും നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഐശ്വര്യം നൽകുകയും. വേണ്ടാന്ന് വെച്ചാൽ പോലും നിങ്ങളുടെ കൈകളിലേക്ക് കാശ് വരികയും ചെയ്യും. നിങ്ങൾ ആ കാശ് കൊണ്ട് വഞ്ചിതരാകുന്നവരല്ലല്ലോ. അതിന്റെ പേരിൽ ഈ ലോകത്തിന്റെ ആഡംബരങ്ങൾ അനുഭവിക്കണം എന്ന് മാത്രമാണ് ലക്ഷ്യം, പരലോകം അവന് ലക്ഷ്യമില്ലെങ്കിൽ അവന്റെ കണ്ണുകൾക്ക് മുമ്പിൽ അവന്റെ ദാരിദ്ര്യം അല്ലാഹു ഇട്ടുകൊടുക്കും. നോക്കുന്നിടത്ത് മുഴുവൻ അവന്റെ ദാരിദ്ര്യം. എനിക്ക് അങ്ങനെ ഒരു വാഹനം ഉണ്ടായില്ലല്ലോ, എനിക്ക് അങ്ങനെ ഒരു വീട് കിട്ടിയില്ലല്ലോ, എനിക്ക് ആ ജോലി കിട്ടിയില്ലല്ലോ, എനിക്ക് അത്ര കിട്ടിയില്ല, നോക്കുന്നിടത്ത് മുഴുവനും എനിക്കതില്ലല്ലോ എന്ന് തോന്നിത്തുടങ്ങും അവന്. അല്ലാഹു തആല അലൈഹി അംറഹു, അവന്റെ ഒരു കാര്യവും നേർവഴിയിൽ പോകുന്നില്ല, എപ്പോഴും ടെൻഷനാണ്, ഒരു കാര്യവും പരിഹരിക്കപ്പെടുന്നില്ല. വലാ യഅതീഹി മിൻഹാ ഇല്ലാ മാ കുതിബ ലഹ്, അവൻ അല്ലാഹു നിശ്ചയിച്ചതേ അല്ലാഹു നൽകുന്നുള്ളൂ തന്നെ. അവൻ ഇത്ര ടെൻഷൻ അടിച്ചാലും ഏറെ കിട്ടുന്നുണ്ടോ? ഇല്ല. അവൻ എത്രയാണോ അല്ലാഹു കൊടുക്കാൻ തീരുമാനിച്ചത് അത് മാത്രമേ അവന്റെ കയ്യിൽ വരുന്നുള്ളൂ. അതോടൊപ്പം അവൻ ടെൻഷൻ അടിച്ചു, അവന്റെ പ്രശ്നങ്ങൾ മുഴുവനും ഗുരുതരമായ തകരാറിലായി പോകുന്നു. അവന്റെ കൺമുമ്പിൽ ദാരിദ്ര്യം അല്ലാഹു കൊടുക്കുന്നു. ലക്ഷ്യം ഭൗതികതയാണെങ്കിൽ, അതുകൊണ്ട് നമ്മളൊരു ആത്മാവുള്ളവരാണ്. ആത്മാവ് ശരീരത്തോട് ചേർന്ന് കിടക്കുകയാണ്. ആത്മാവിന്റെ ദാഹം അല്ലാഹുമായി ബന്ധിക്കുവാനാണ്. സർവേശ്വരനായ അല്ലാഹുവിനെ ബന്ധിക്കാനും പടച്ച തമ്പുരാനുമായി ആത്മിക ബന്ധം സ്ഥാപിക്കാനും നമ്മുടെ ആത്മാവിന് കഴിയുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വിരലിലെണ്ണാവുന്ന ആളുകളായിരിക്കും ഒരു ചെറുസംഘത്തിലുണ്ടാവുക. ആ എണ്ണം കുറവുള്ളത് കൊണ്ട് പ്രശ്നമില്ല. യലൂമൂനനാ അന്നാ ഖലീലുൻ ഇദാദുനാ ഫഖുൽതു ലഹും ഇന്നൽ കിറാമ ഖലീലൂ, ഞങ്ങൾ എണ്ണത്തിൽ കുറവാണല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കല്ലേ. ഫഖുൽതു ലഹും ഇന്നൽ കിറാമ ഖലീലൂ, മാന്യന്മാർ കുറച്ചല്ലേ ഉണ്ടാകൂ, ബഹുമാനികളായ ആളുകൾ കുറച്ചല്ലേ ഉണ്ടാകൂ. ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ജനങ്ങളെ നോക്കിയാൽ 100 ഒട്ടകത്തെ പോലെയാണ്. 100 ഒട്ടകമുണ്ട്, യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഒട്ടകവും അതിലില്ല. ജനങ്ങൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. കാണാൻ ഒരുപാട് ആളുകൾ, പ്രത്യക്ഷത്തിൽ ഒരുപാട് അംഗബലമുണ്ട്. നമ്മൾ പറയില്ലേ, നമ്മുടെ മഹല്ലിൽ ഇത്ര വീടുകളുണ്ട്, 1500 വീടുകളുണ്ട്, 800 വീടുകളുണ്ട്, 450 വീടുകളുണ്ട്, 600 വീടുകളുണ്ട്. ആ വീടുകൾ മുഴുക്കയും അല്ലാഹുമായി ബന്ധിക്കുന്ന വീടുകളാണോ?
ആ വീടുകളിലെ ജനങ്ങളുടെ ചുറ്റുപാടുകളും ജീവിത വ്യവഹാരങ്ങളും അള്ളാഹു പൊരുത്തപ്പെടുന്നതാണോ? നോക്കുമ്പോൾ 100 ഒട്ടകമുണ്ട്, പക്ഷേ അതിൽ ഒരു ഒട്ടകം പോലും വാഹനം കയറാൻ പറ്റിയതായി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത പോലെയാണ് ജനങ്ങൾ. അന്നാസു കഇബിലി മിഅ ലാ യജിദു റജുലു ഫീഹാ റാഹില എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി മുഹമ്മദിൻ വആലിഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا.